എത്രയോ വർഷങ്ങളായി ഒരു ഹരീസ വാങ്ങിച്ചു കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട്, പക്ഷേ ആ ഹരീസ വിൽക്കപ്പെടുന്ന സമയത്ത് ദർസ് നടക്കുന്ന സമയമായിരിക്കും. ഇപ്പൊ ക്ലാസ് വിട്ടു പോകാൻ വയ്യാത്തത് കൊണ്ട് വർഷങ്ങൾ കുറേയായി അത് വാങ്ങി കഴിക്കാൻ പറ്റിയിട്ടില്ല. അതിനർത്ഥം നമ്മുടെ പ്രിഫറൻസ്, എന്തിനാ നമ്മൾ മുൻഗണന നൽകുന്നത് എന്നതാണ് വിഷയം. പ്രയോറിറ്റി ജീവിതത്തിൽ ആവശ്യമാണ്. ഉസ്താദ് പറഞ്ഞ പോലെ 4 പത്രം വായിച്ചാലോ 5-8 ചാനൽ കണ്ടാലോ സമയം തീർന്നേക്കും. പക്ഷെ നമ്മൾ അങ്ങനെയാണോ തീർക്കേണ്ടത്? മഹാനായ മുസ്ലിം റഹ്മഹുല്ലാഹ് അവരുടെ സ്വഹീഹിൽ യഹ്യ ഇബ്നു അബീ കസീർ തങ്ങളുടെ ഒരു ഉദ്ധരണി ഉദ്ധരിക്കുന്നുണ്ട്. ലാ യനാലുൽ ഇൽമ ബിറാഹത്തിൽ ജിസ്ം, ശരീരത്തിന് ആശ്വാസം ഉണ്ടായിട്ട് ഇൽമ പഠിക്കാൻ പറ്റൂല. വഖദ് ഖീൽ മൻ തലബ الراح തറക الراح, ആർക്കെങ്കിലും റാഹത്ത് വേണമെന്നുണ്ടെങ്കിൽ ചില റാഹത്തുകൾ നമ്മൾ ഒഴിവാക്കേണ്ടി വരും. ഒരുപാട് അധ്വാനം ചെയ്യുമ്പോഴാണ് നമുക്ക് പിന്നീട് ആശ്വാസം ഉണ്ടാവുക. ഇന്ന് ഷോർട്ട് കട്ടിലൂടെ വളരെ പെട്ടെന്ന് നേടിയെടുക്കാൻ വഴിയുണ്ടോ എന്നതാണ് നമ്മളൊക്കെ ആലോചിക്കാറുള്ളത്. അങ്ങനെ ഒരു ഷോർട്ട് കട്ട് ഇല്ല തന്നെ. വലിയ അധ്വാനം ഏതൊരു പ്രവർത്തനത്തിന്റെയും പിന്നിൽ ആവശ്യമാണ്. ഒരുപാട് അധ്വാനിക്കേണ്ടി വരും. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മദീനയിൽ ജീവിച്ചത് മസ്ജിദുൻ നബവിയുടെ അരികത്തായിരുന്നില്ല. ഫി അആലിൽ മദീന, മദീനയുടെ ഉയർന്ന മലകളുള്ള പ്രദേശമുണ്ട്. ഉഹദിന്റെ സൈഡല്ല, മറ്റു ഭാഗങ്ങൾ തെക്ക് വശങ്ങളിൽ മലകളുണ്ട്. ആ അആലിൽ മദീനയിലാണ് ഉമർ റളിയല്ലാഹു അൻഹു ജീവിച്ചിരുന്നത്. ഉമർ തങ്ങൾ അൻസ്വാരികളിൽപ്പെട്ട മറ്റൊരു സുഹാബിയോട് അയൽപക്കക്കാരുമായി ഒരു അഗ്രിമെന്റിലായിരുന്നു. 2 പേർക്കും മസ്ജിദുൻ നബവിയിൽ പോയി വഅദ് കേൾക്കാൻ സമയം ഉണ്ടാവില്ല, സാധിക്കണമെന്നില്ല. തന്റെ അയൽക്കാരനായ അൻസ്വാരിയായ സുഹാബി ഔസ് ഇബ്നു ഖൗല റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, എന്ത്, ഒരു ദിവസം ഞാൻ പോയി നബിയുടെ ദർസ് കേൾക്കും. അന്ന് നിങ്ങൾ എന്റെ കന്നുകാലികളെ, എന്റെ ഒട്ടകത്തെ, ആടുകളെ നിങ്ങൾ മേക്കാൻ കൊണ്ടുപോവുക നിങ്ങളുടെ ആടിന്റെ കൂടെ. പിറ്റേ ദിവസം നിങ്ങളുടെ ആടുകളൊക്കെ ഞാൻ കൊണ്ടുപോകാം, നിങ്ങൾ വാള് കേൾക്കാൻ വേണ്ടി പോവുക. അങ്ങനെ നബി തങ്ങൾ പറഞ്ഞതൊക്കെ എനിക്ക് പറഞ്ഞുതരാം. പിറ്റേന്ന് ഞാൻ പോകും, ഞാൻ കേട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? എപ്പോഴും നമ്മുടെ തൊഴിലും നടക്കും, അള്ളാഹുവിന്റെ റസൂലിന്റെ അരികത്ത് പോയി ഇൽമു പഠിക്കുക എന്ന പഠനവും നടക്കും. എത്രയോ കച്ചവടക്കാർ അങ്ങനെയാണ്. ഒരു വാള് കേൾക്കാനോ ഇൽമു പഠിക്കാനോ സമയമല്ല. എന്ത് ചെയ്യണം? ഒരല്പം ഓൾട്ടർനേറ്റീവായിട്ട് ഒരാളെ ഏൽപ്പിച്ച്, ഇതാ ഇന്ന് വാള് കേൾക്കാൻ ഞാൻ പോവാണ്, ഈ നാളെ പോയിക്കോ, ഞാൻ നോക്കിക്കോളാം. അപ്പോ ഇൽമിന് വേണ്ടി നമ്മുടെ കച്ചവടവും നമ്മുടെ തൊഴിലും ഒരു പക്ഷേ ഒരൽപ്പ നേരത്തേക്ക് നമ്മൾ ചെറിയ അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യേണ്ടി വരും. എങ്കിൽ പോലും സമയം ഗൗരവത്തിലാണ് ചെലവഴിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുകയായിരുന്നു ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. ഖലീൽ ഇബ്നു അഹ്മദ് അൽ ഫറാഹിദി റഹ്മത്തുള്ളാഹി അലൈഹി അവർ പറയുമായിരുന്നു, എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പ്രയാസമുള്ള സമയം ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയമാണ്. എന്തെന്ന് ചോദിച്ചു. ആ ഭക്ഷണം കഴിക്കുന്ന നേരത്ത് ഒരു ഹദീസ് നോക്കാനോ ഒരു ഖുർആൻ ഓതാനോ ഒരു ഇൽമു പഠിക്കാനോ ഒന്നും ഇത് ചവച്ചിറക്കി തീരുന്നവരെ വേറൊരു പണിയും നടക്കൂലല്ലോ. അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന സമയം എനിക്ക് ഏറ്റവും ഭാരമുള്ള സമയമാണ്. ഇന്നത്തെ കൾച്ചർ എങ്ങനെയാണ്? റെസ്റ്റോറന്റുകളിൽ അല്ലെങ്കിൽ കഫേകളിൽ ഇരുന്ന് മണിക്കൂറുകളോളം വർത്തമാനം പറഞ്ഞ് ഭക്ഷണം കഴിക്കുക. ഒരു ജോലി അതാ, ഭക്ഷണം കഴിക്കുക. തീരുമ്പോഴേക്ക് 2 മണിക്കൂർ, 1.5 മണിക്കൂർ, 1 മണിക്കൂർ. എന്താ ചെയ്ത പണി? ഒന്നുമില്ല, ഭക്ഷണം കഴിക്കുന്നേ. അത് ആസ്വദിച്ച് കഴിക്കുകയാണ് പോലും. ഇങ്ങനെ ആസ്വദിക്കാൻ എന്നാൽ ഒരു ജീവിതത്തിൽ ഒരു ദിവസം എത്ര മണിക്കൂറുകൾ നഷ്ടപ്പെടും? ഉലമ അങ്ങനെ ഗൗരവത്തിലാണ് ഇതൊക്കെ കാണുന്നത്. നമ്മളുടെ ഒരു ദിവസത്തെ ഇന്ന് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഒരു കല്യാണത്തിന് പോയി എന്നാ പറയണ്ടാവുക, ഒരു സൽക്കാരത്തിന്. ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ 10-12 മണിക്കൂർ എങ്ങനെ ചെലവഴിച്ചു കല്യാണത്തിലോ? നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ സമയം
അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് നമ്മൾ ചെലവഴിച്ചിട്ടുണ്ടോ? മഹാനായ ഉബൈദ് ഇബ്നു യഈസ് റളിയല്ലാഹു അൻഹു അവര് പറയുന്നുണ്ട്, 30 വർഷക്കാലം ഞാൻ സ്വസ്ഥമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല, ഞാൻ എൻ്റെ കൈ കൊണ്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല. ഉബൈദ് ഇബ്നു യഈസ് റഹ്മഹുല്ലാഹ് രാത്രി ഭക്ഷണം കഴിക്കേണ്ട സമയമാകുമ്പോ പെങ്ങൾ വന്നിട്ട് വായയിൽ ഇങ്ങനെ ഭക്ഷണം വെച്ചു കൊടുക്കും. അതിങ്ങനെ ചവക്കുന്ന നേരത്ത് ഹദീസ് എഴുതിക്കൊണ്ടിരിക്കും, കിതാബ് എഴുതിക്കൊണ്ടിരിക്കും. അങ്ങനെ 30 വർഷം ഞാൻ എൻ്റെ കൈ കൊണ്ട് കഴിക്കേണ്ടി വന്നിട്ടില്ല. എനിക്ക് എൻ്റെ പെങ്ങൾ സഹായിച്ചതുകൊണ്ട് ആ ഭക്ഷണം കഴിക്കുന്ന നേരവും ഞാൻ കിതാബ് രചനയിലായിരുന്നുവെന്ന് മഹാനായ ഉബൈദ് ഇബ്നു യഈസ് റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം നവവി തങ്ങളുടെ തന്നെ അനുഭവം അങ്ങനെയാണ്. അല്ലാമ നവവി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ഉമ്മ, മോനെ ഭക്ഷണം കഴിക്കേ, 40 വയസ്സായപ്പോ വഫാത്തായ മഹാനായ നബി റളിയല്ലാഹു അൻഹു, മോനെ ഭക്ഷണം കഴിക്കുക എന്ന് പറയും. ഉമ്മ, ഈ ഹദീസും തീരട്ടെ, എന്റെ ഫിഖ്ഹിന്റെ ഈ ചർച്ചയൊന്ന് അവസാനിക്കട്ടെ, ഞാൻ ഈ എഴുതി വെച്ചുകൊണ്ടിരിക്കുന്നത് തീരട്ടെ എന്ന് പറയും. പാതിരവരെ കാത്തിരിക്കും. അതിനിടയിൽ ഉമ്മ വായിലേക്ക് എന്തെങ്കിലും ചെറിയ ഭക്ഷണങ്ങൾ ഇങ്ങനെ വായിലേക്ക് വെച്ചു കൊടുക്കും. അപ്പൊ അത് കഴിക്കും. അങ്ങനെ കിതാബ് രചന കഴിഞ്ഞ് ഉമ്മയോട് ചോദിക്കും, ഉമ്മ ഭക്ഷണം ഉണ്ടോ, ഞാൻ കഴിച്ചോട്ടെ? പറയും, മോനെ നിങ്ങളുടെ വായിലേക്ക് ഞാൻ വെച്ച് തന്നല്ലോ. നബി റളിയല്ലാഹു അൻഹു അറിഞ്ഞിട്ടില്ലായിരുന്നു. സുബ്ഹാനല്ലാഹ്. മെയിൻ ലക്ഷ്യം ഭക്ഷണം കഴിക്കലല്ല. നമ്മുടെ മെയിൻ ലക്ഷ്യം ഇൽമിന് വേണ്ടി, ദീനിന് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി സമയം ചെലവഴിക്കലാണ്. ഇങ്ങനെ ഒരു സീരിയസ്നെസ്, കാര്യങ്ങളെ ഗൗരവത്തിലെടുക്കുന്ന ഒരു സമീപനം മുസ്ലിം ഉമ്മത്തിൽ കാണണം എന്നാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുഴുവൻ സമയവും അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി അള്ളാഹു ചെലവഴിക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കാര്യങ്ങളെ സീരിയസ് ആയി എടുക്കുന്നത്, സീരിയസ്നെസ്, നമ്മുടെ ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ, അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളും വിശുദ്ധ ഇസ്ലാം നമ്മിലേക്ക് ഇംപോസ് ചെയ്തിട്ടുള്ള പല വിഷയങ്ങളും നമ്മൾ കാര്യഗൗരവത്തിൽ എടുക്കുന്നുണ്ടോ ഇല്ലയോ? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനയിൽ ആകെയുള്ള ഒരു ഇറച്ചിക്കടയുണ്ട്, മജ്സറ. അത് സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹുവിന്റേതാണ്, ഇറച്ചി വിൽക്കുന്ന സ്ഥലം. ആ ഇറച്ചിക്കടയിൽ ഉമർ റളിയല്ലാഹു തആല അൻഹു ചില സമയത്ത് ചാട്ടവാർ എടുത്തുകൊണ്ട് കാത്തു നിൽക്കും. ഏതെങ്കിലും ഒരുത്തൻ 2 ദിവസം തുടർച്ചയായി ഇറച്ചി വാങ്ങുന്നുണ്ടെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു അടിക്കും അയാളെ. 2 ദിവസം തുടർച്ചയായി ഇറച്ചി കൊണ്ടുപോവുകയാണെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, അലാ, നിങ്ങൾ അറിയണമേ, ഇന്ന ലില്ലഹ്മി ലദറാബതൻ കദറാബത്തിൽ ഖംർ, മദ്യത്തിന്റെ ആസക്തി വരുന്നത് പോലെ മാംസത്തിനും ഒരു ലഹരിയുണ്ട് കേട്ടോ, അതുകൊണ്ട് നിങ്ങൾ മാംസം കൂടുതൽ തിന്നരുതേ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല. ഡെയിലി ബിരിയാണി കഴിക്കാം, എപ്പോഴും ഇറച്ചി കഴിക്കാം. ഈ ചിക്കൻ ഇല്ലാതെ ഉറക്കം വരാത്തവരുണ്ട്, ഇറച്ചി ഇല്ലാതെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവരുണ്ട്. നിരന്തരം വേണ്ട. ഉമർ റളിയല്ലാഹു അൻഹു അടിക്കും. ഇദാ റഅ, ബഹുമാനപ്പെട്ടവർ, റജുലൻ ഇശ്തറാ യൗമൻ ലഹ്മൻ യൗമൈനി മുതതാബിഈൻ, തുടർച്ചയായ 2 ദിവസം ഇന്നലെയും ഇറച്ചി വാങ്ങിച്ചു, ഇന്നും ഇറച്ചി വാങ്ങിക്കുകയാണെങ്കിൽ ഉമർ തങ്ങളുടെ നടി കിട്ടും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്താ പറയാ? അലാ തവൈത ബത്നക ലിജാരിക് വബ്നി അമ്മിക്, നീ ഈ വാങ്ങുന്നതിന് പകരം ഒരു ദിവസം നിന്റെ വയറ് നിനക്കൊന്ന് കാലിയാക്കിക്കൂടെ? നിന്റെ അയൽവാസികൾക്ക് വേണ്ടി നീ അവർക്ക് വാങ്ങിച്ചു കൊടുക്ക്, അവർക്ക് വാങ്ങാൻ അവസരം കൊടുക്ക്. നിന്റെ അമ്മാവന്മാരുടെ മക്കൾക്ക്, നിന്റെ പിതൃ സഹോദരന്മാരുടെ മക്കൾക്ക് നീ തന്നെ വാങ്ങിച്ച് എന്നും ഇറച്ചി നിന്ന് നടക്കുകയാണോ എന്ന് ആലസ്യം വരുമോ, ആർഭാടം വർദ്ധിക്കുമോ എന്ന് പേടിച്ച് ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, സുബൈർ ഇബ്നു അവ്വാം തങ്ങൾക്ക് മാത്രമാണ് ഇറച്ചിക്കടയുള്ളത് മദീനയിൽ, ആ കടയുടെ മുമ്പിൽ ചെന്ന് ചാട്ടവാറ് കൊണ്ട് അടിക്കുമായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല. നമുക്കൊക്കെ ആണെങ്കിൽ എത്ര അടി കിട്ടും ഉമർ തങ്ങളുടെ അടുത്തുനിന്ന്? ഇന്നൊരു കല്യാണം, നാളൊരു സൽക്കാരം, മറ്റന്നാൾ കുഞ്ഞിന്റെ മുടിയെടുക്കല്, അതിന്റെ പിറ്റേന്ന് ഒരു 40, അതിന്റെ പിറ്റേന്ന് ഒരു 50, പിന്നെ ഒരു 60, പിന്നെ 70, ഇങ്ങനെ കാലം കഴിക്കുകയാണ്. ഭക്ഷണം കഴിക്കുക,
കിടന്നുറങ്ങാൻ ഇതന്നെ, വേറെ പണിയൊന്നുമില്ല. സൽക്കാരത്തോട് സൽക്കാരം. ഏതെങ്കിലും ഒരു സൽക്കാരത്തിൽ 4 ഭക്ഷണത്തിന്റെ ഐറ്റംസ് കുറഞ്ഞു പോയാൽ പിന്നെ അത് പിണക്കായി, വലിയ പരാതിയായി, കുടുംബം തന്നെ തെറ്റും. പിന്നെ നിങ്ങൾ ഞങ്ങൾ അപമാനിച്ചു വന്നു. സുബ്ഹാനല്ലാഹ്. പേരും പെരുമയും ചെയ്യാൻ വേണ്ടി ഭക്ഷണം കഴിച്ച് സമയം കൊല്ലുന്ന, അല്ലെങ്കിൽ അള്ളാഹു തന്ന നിഅമത്തിനെ, ശരീരത്തെ നശിപ്പിച്ചു കളയുന്ന ഒരു സംസ്കാരം. ഇതൊക്കെ ഉമർ തങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ ഉമർ തങ്ങളുടെ വടി കൊണ്ട് നമുക്ക് അടികിട്ടിയേനെ. നിങ്ങൾ ഇങ്ങനെ ഭക്ഷണം കഴിച്ച് സുഖിച്ച് നടക്കുകയാണോ? ഇത്രക്ക് വേണോ? 2 ദിവസം തുടർച്ചയായി മാംസം കഴിക്കണ്ട എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല. അള്ളാഹുവിന്റെ നിയമമായിട്ടല്ല, ഉമർ തങ്ങളുടെ ഇജ്തിഹാദാണത്, ഉമർ തങ്ങളുടെ തീരുമാനമാണത്. ഉമർ റളിയല്ലാഹു തആല അൻഹു വലിയ ദീർഘവീക്ഷണമുള്ള മഹാനാണ്. ഇങ്ങനെ പല അഭിപ്രായങ്ങളും ഉമർ തങ്ങൾക്ക് കാണും റളിയല്ലാഹു തആല അൻ. ഉമർ റളിയല്ലാഹു അൻഹു മദീനയിലൂടെ നടക്കുമ്പോൾ വേറെ ഒരാളുണ്ട്, വല്ലതും തരണേ യാചിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് മദീനയിൽ. നോക്കുമ്പോ അയാളുടെ ബാഗ് നിറയെ ഭക്ഷണമാണ്. ഉമർ റളിയല്ലാഹു അൻഹു ആ ബാഗ് കൊണ്ട് ഊരിയെടുത്തിട്ട് ആ ഭക്ഷണം മുഴുവനും സ്വതക്കക്ക് സക്കാത്തിന്റെ ഒട്ടകമുണ്ട്, ആ ഒട്ടകത്തിന് അങ്ങ് വിതരണം ചെയ്തു കൊടുത്തു. സർവ്വ ഒട്ടകത്തിന് മുമ്പിൽ ഇട്ടുകൊടുത്തു ഭക്ഷണം. എന്നിട്ട് പറഞ്ഞു, ഇനി പോയി യാചിക്ക്, ഇപ്പൊ നിനക്ക് യാചിക്കാൻ അർഹതയുണ്ട്. ഭക്ഷണം തോളത്ത് തൂക്കി വെച്ചിട്ട് നീ യാചിച്ചത് ശരിയായില്ല, ഇനി നീ യാചിക്കുന്നതിന്റെ ഭക്ഷണമൊക്കെ പോയില്ലേ, ഇനി നിനക്ക് ചോദിക്കാൻ അവകാശമുണ്ട് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മടിയനായി നടന്ന മനുഷ്യന്റെ ആലസ്യം ഒഴിവാക്കാൻ ഉമർ തങ്ങൾ അയാളുടെ മുഴുവൻ ഭക്ഷണവും സക്കാത്തിന്റെ ഒട്ടകത്തിന് തിന്നാൻ കൊടുത്തിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്താണെന്നറിയോ? ക്രിയേറ്റിവിറ്റി. ആ ഉമർ തങ്ങളാണ് പറഞ്ഞത്, കൈഫ അനാം, എനിക്ക് എങ്ങനെ ഉറങ്ങാൻ പറ്റും? അല്ലൈല, രാത്രി ഞാൻ എങ്ങനെയാണ് ഉറങ്ങുന്നത്? അല്ലാഹുവിനോടും എന്റെ ശരീരത്തോടുമുള്ള എന്റെ ഹക്ക് ഞാൻ നഷ്ടപ്പെടുത്തി കളയുകയാണ്. രാത്രി ഞാൻ ഉറങ്ങിയാൽ എനിക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ, എനിക്ക് ഇബാദത്ത് വർദ്ധിപ്പിക്കാൻ കഴിയില്ലല്ലോ. വഇദാ നിംതു നഹാർ, ഞാൻ പകലിൽ ഉറങ്ങുകയാണെങ്കിൽ ളയ്യഅതു ഹഖ്ഖ റഇയതി, എന്റെ പ്രജകളുടെ അവകാശങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പകൽ ഉറങ്ങാൻ പറ്റില്ല, എനിക്ക് രാത്രിയിലും ഉറങ്ങാൻ പറ്റില്ലല്ലോ. അങ്ങനെ വളരെ വളരെ കുറച്ചു മാത്രം ഉറങ്ങിയിരുന്ന 10 വർഷത്തോളം ഇസ്ലാമിക ലോകത്ത് ഭരണം കാഴ്ചവെച്ചിട്ടുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വളരെ വളരെ കൃത്യമായും കണിശമായും സമയം ചെലവഴിച്ച മഹാനാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു തആല അൻഹു അല്ലാമ ഇബ്നുൽ ജൗസി ബഹുമാനപ്പെട്ടവർ ഉമർ തങ്ങളുടെ ചരിത്രം പറയുന്നുണ്ട്. ഉമർ റളിയല്ലാഹു തആല അൻഹു റഅ റജുലൻ അദീമൽ ബത്നി. നല്ല കൂട്ടാൻ്റെ സൗണ്ട്, നല്ല കുട്ടികൾ മാക്സിമം ഞാൻ വല്ലേ പറയുള്ളൂ. എൻ്റെ വെച്ചുകൊണ്ട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യത കുറവാ. നല്ല വെച്ചോളെ. وأن عمر رضي الله عنه رأى رجلا عظيم البطن. വലിയ വയറുള്ള ഒരാളെ കണ്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മാ ഹാദിഹി, എന്താണ് ഈ വയറ്? വലിയ കുടവയർ. മാവേലിന്റെ ഫോട്ടം കണ്ടിട്ടില്ല നിങ്ങള് അല്ലേ? മാവേലിന്റെ കോലം കെട്ടുന്നവരും അങ്ങനത്തെ വയറുള്ളവരാ കെട്ടുക. എന്തോ ഐശ്വര്യമാണെന്നാണ് നമ്മളൊക്കെ പറയാ. അങ്ങനെയാണ് ആൾക്കാരൊക്കെ കാണാറുള്ളത്. ആ വിഷയത്തെ വലിയ സുഖം ഉണ്ടാകുമ്പോഴാണ് വയറൊക്കെ ഉണ്ടാവാൻ. ഇന്നതൊക്കെ മോശമാണ്. ഇന്നൊക്കെ കുട്ടികളൊക്കെ 6 പാക്ക് 8 പാക്കുകളൊക്കെ ആവാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യാം. വയറൊന്നും വേണ്ട. വയറുള്ളവർക്കത് ഇടങ്ങാറാണ് കാണുമ്പോൾ തന്നെ. പക്ഷെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയാ ആളുകൾ ചിന്തിച്ചിരുന്നത്. ഉമർ തങ്ങൾ ചോദിച്ചു വയറ് കണ്ടപ്പോ, മഹാദിഹി, എന്താണ് ഈ വയറ്? അല്ല പറഞ്ഞു, ബറക്കത്തും മിനല്ലാഹ്, അല്ലാഹു തന്ന ബറക്കത്താണ് ഉമറന്നവരെ. വയറിങ്ങനെ ഒഴിഞ്ഞിട്ട് പറയണേ, അല്ലാഹു തന്ന ബറക്കത്താണ് ഉമറന്നവരെ.
റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബൽ അദാബും മിനല്ലാഹ്, ഇത് അല്ലാഹു തന്ന അദാബാണ്, ഇത് അല്ലാഹു തന്ന ശിക്ഷയാണ്, ഇത് അദാബാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ആ ഒരു ചിന്ത ഉമർ റളിയല്ലാഹു അൻഹു അന്ന് തന്നെ പറഞ്ഞു, ഇത് റഹ്മത്തല്ല, ഇത് അദാബാണ്, ഇത് ശിക്ഷയാണ്. നീ മടിയനായി മാറാൻ, നിനക്ക് നിസ്കരിക്കാൻ പറ്റില്ല, നിനക്ക് ആലസ്യം വർദ്ധിക്കും, നിനക്ക് ഇബാദത്തിന് ഉന്മേഷം ഉണ്ടാവില്ല ഈ വയറുമായി നടന്നാൽ, ഇത് അദാബാൻ. എന്തുകൊണ്ട് നീ നിന്റെ ഭക്ഷണം കൺട്രോൾ ചെയ്തില്ല എന്ന് ഉമർ റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ടവർ ഈ ലോകത്തെ പഠിപ്പിക്കുകയാണ്. അദാബും മിനല്ലാഹ്, ഇത് അദാബാൻ, ബറക്കത്തല്ല. മുസ്ലിം ഉമ്മത്തിന്റെ ഒരു ഭാവനാ ചിത്രമാണ് ഈ സംഭവത്തിലൂടെ നമ്മൾ കാണുന്നത്. അപ്പോ സമയം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെലവഴിച്ച് കൊല്ലാനുള്ളതല്ല, അനാവശ്യ വിഷയങ്ങളിലേക്ക് എടുക്കാനുള്ളതല്ല, വളരെ കർമ്മകുശലതയോടുകൂടെ അള്ളാഹുവിന്റെ ഇഷ്ടത്തിലൂടെ സമൂഹത്തിന് നന്മ ചെയ്യാൻ, സമൂഹത്തിന് ഖിദ്മത്ത് ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു കർമ്മ നൈരന്തര്യം, നിരന്തരമായ പ്രവർത്തനം ഫാത്തിമ റളിയല്ലാഹു അൻഹ നബിയോട് ചോദിച്ചിട്ടുണ്ട്. അവിടുത്തെ അസ്ഹാബുമാർ ചോദിച്ചിട്ടുണ്ട്, നബിയേ, ആയുധങ്ങളൊക്കെ ഒന്ന് ഇറക്കി വെച്ചിട്ട് ഒരു വാളേന്താതെ, ഒരു കുന്തം ചുമന്ന് നടക്കാതെ നമുക്ക് മദീനയിലോ അറേബ്യയിലോ നടക്കാൻ പറ്റുന്ന അവസ്ഥ വരുമോ നബിയേ? എപ്പോഴും യുദ്ധങ്ങളാണല്ലോ. നമ്മൾ ആലോചിക്കണം, 13 വർഷക്കാലത്തെ മക്കയുടെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ ഹബീബിന് വിശ്രമിക്കാൻ സമയം കിട്ടിയിട്ടില്ല. 13 കൊല്ലം നിരന്തരമായ ആക്രമണങ്ങൾ, തിരിച്ചടിക്കാൻ പോലും, പ്രതികരിക്കാനോ തിരിച്ച് യുദ്ധം ചെയ്യാനോ അല്ലാഹുവിന്റെ അനുമതിയില്ല. കുഫൂ ഐദീകും വഅഖീമുസ് സ്വലാഹ്, നിങ്ങൾ ആത്മസംയമനം പാലിക്കുക, നിസ്കാരം നിലനിർത്തുക. ഇത്രയാണ് അല്ലാഹുവിന്റെ നിയമം. ആത്മസംയമനം പാലിക്കുക, നിസ്കാരം നിലനിർത്തുക. 13 കൊല്ലം. അത് കഴിഞ്ഞിട്ടാണ് ഹിജ്റ നടക്കുന്നത്. ഹിജ്റ കഴിഞ്ഞ് മക്കയിൽ നബി തങ്ങൾ താമസിക്കുന്നത് 10 വർഷം. ആ 10ാമത്തെ വർഷം ഹബീബ് ലോകത്തോട് വിട പറയുമ്പോ മദീനയിൽ ചെന്ന 10 വർഷത്തിനിടക്ക് ചെറുതും വലുതുമായി 40ഓളം യുദ്ധങ്ങൾ നബി തങ്ങൾക്ക് സംബന്ധിക്കേണ്ടി വന്നു. എപ്പോഴാണ് നബി തങ്ങൾക്ക് വിശ്രമിക്കാൻ സമയം കിട്ടിയത്? 40ഓളം ചെറുതും വലുതുമായ യുദ്ധങ്ങൾ. 10 കൊല്ലം സമാധാനത്തിലോ ആശ്വാസത്തിലോ ജീവിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുമായിരുന്ന ആ ഒരു സമയം നബി തങ്ങൾക്ക് വിശ്രമമുണ്ടായിട്ടില്ല. കാരണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഇദാ ഫറഗ്ത ഫൻസബ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآواه ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث. നബിയേ, അങ്ങ് യതീമായിരുന്നപ്പോൾ അങ്ങേക്ക് അഭയം തന്നില്ലയോ അല്ലാഹു? അങ്ങേക്ക് ദാരിദ്ര്യമുണ്ടായിരുന്നപ്പോൾ അല്ലാഹു ഐശ്വര്യം തന്നില്ലയോ നബിയേ? നബിയെ, അങ്ങേക്ക് സംരക്ഷണം നഷ്ടപ്പെട്ടു പോയപ്പോൾ അബൂ ത്വാലിബിന്റെ കൈകളിലേക്ക് അങ്ങയെ നാം ഏൽപ്പിച്ചില്ലയോ നബിയെ? അങ്ങേക്ക് സന്മാർഗ ദർശനം അങ്ങ് അന്വേഷിച്ചുകൊണ്ട് നടക്കുമ്പോൾ അങ്ങേക്ക് നാം വഹീ തന്നില്ലയോ? അങ്ങേക്ക് ജീവിതകാലത്തേക്ക് മുഴുവനുമുള്ള ഡ്യൂട്ടികളാണ് നബിയെ അങ്ങ് ജീവിച്ചിരിക്കുന്ന കാലം. നബിയെ, ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ. ഒരു യതീമും ബുദ്ധിമുട്ടാവുകയോ ആക്രമിക്കപ്പെടുകയോ ഏതെങ്കിലും ഒരു യതീമിന് പ്രയാസം നേരിടുകയോ ചെയ്യുന്ന അവസ്ഥ അങ്ങയുടെ അറിവിൽ ഉണ്ടാവാൻ പാടില്ല നബിയെ. തങ്ങളത് ചെയ്യില്ല, തങ്ങളുടെ അറിവിൽ അത് സംഭവിക്കാൻ പാടില്ല. വഅമ്മ സ്സായില ഫലാ തൻഹർ.
യാചിച്ച് നടന്നു വരുന്ന ആളുകളെ ആട്ടിയോടിക്കരുത് നബിയെ. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹങ്ങൾ അങ്ങെടുത്തു പറയണം നബിയെ. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹങ്ങൾ നിങ്ങൾ ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന സമയം ആ നിഅമത്തുകളെ സംബന്ധിച്ച് ചോദ്യമുണ്ട് എന്ന ഓർമ്മയോടുകൂടെ ഈ സമൂഹത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി, പാവപ്പെട്ടവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി, ഈ സമൂഹത്തിന്റെ നല്ല ഭാവിക്ക് വേണ്ടി നബിയെ നിരന്തരം നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കണേ. നിങ്ങൾക്ക് ഇതെല്ലാം ഞാൻ നൽകിയിട്ടുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെറുതെ ഇരിക്കുമ്പോഴും ഹബീബിന്റെ ജോലി ആർക്കെങ്കിലും വിഷമങ്ങളുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കലാണ്. മഹാനായ അബൂ ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു സ്വർഗത്തിൽ നബി തങ്ങൾ ഒരു ഈത്തപ്പന വാങ്ങിച്ചു കൊടുത്ത അബൂ ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു സ്വഹാബിമാരിയ്ക്കുമ്പോഴാണ് ഒരാൾ വന്ന് പറഞ്ഞത്, നബിയെ, എന്റെ അയൽപക്കക്കാരന്റെ ഈത്തപ്പന എന്റെ മുറ്റത്തേക്ക് ചാഞ്ഞു നിൽക്കുന്നുണ്ട്. ഞാൻ അതിൽ നിന്ന് ഞാൻ ഭക്ഷിക്കാറില്ല നബിയെ. എന്റെ ദാരിദ്ര്യം, വിശപ്പും അനുഭവിക്കുന്ന എന്റെ കൊച്ചുമക്കൾ ആ ഈത്തപ്പനയിൽ നിന്ന് വീഴുന്ന ഈത്തപ്പഴം എടുത്ത് കഴിക്കാറുണ്ട് നബിയെ. ആ തോട്ടത്തിന്റെ ഉടമ, 100 കണക്കിന് ഈത്തപ്പനകളുള്ള ആ മനുഷ്യൻ പഴം പറിക്കാൻ വേണ്ടി വന്നു. എന്റെ മുറ്റത്തേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഈ മരത്തിൽ നിന്ന് ഏതാനും പഴങ്ങൾ താഴെ വീണപ്പോ എന്റെ മക്കൾ വിശപ്പ് കൊണ്ടെടുത്തു തിന്നു നബിയെ. അത് കണ്ടപ്പോഴേക്കും മരത്തിൽ നിന്ന് ചാടിയിറങ്ങി വന്ന് പിശുക്കനായ ആ മനുഷ്യൻ എന്റെ മക്കളുടെ കൈകളിൽ നിന്ന് എല്ലാം പിടിച്ചു വാങ്ങി നബിയെ. വായയിൽ പോലും വിരലിട്ട് എന്റെ മക്കൾ ചവച്ചുകൊണ്ടിരുന്ന ഈത്തപ്പഴം പോലും പുറത്തെടുത്തു നബിയെ. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന്റെ കൂടെ കാര്യമായ ഒരു വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവം ഹബീബിന്റെ ചെവിയിലെത്തുന്നത്. ഉടനെ ഇറങ്ങി പുറപ്പെടുകയാണ്. പിന്നെ വരാം, നാളെ വരാം, മറ്റന്നാളാവാം എന്ന് നബി തങ്ങൾ പറയില്ല. ഉടനെ ഇറങ്ങുകയാണ്. ആ മനുഷ്യനോട് ചെന്ന് ചോദിച്ചു, ഈ ഈത്തപ്പന നിങ്ങൾ എനിക്ക് വിൽക്കുമോ? വലക ബിഹാ നഖ്ലത്തുൻ ഫിൽ ജന്ന, പകരം ഞാൻ സ്വർഗ്ഗത്തിലൊന്ന് വാങ്ങിച്ചു തരാം. ഇവിടെ വിശ്വാസിയായ മുനാഫിഖായ മനുഷ്യൻ പറഞ്ഞു, തരില്ല. തരാമായിരുന്നു, പക്ഷേ ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മരമാണ്, ഇത് ഞാൻ തരില്ല. അത് കേട്ടപ്പോഴാണ് സുഹാബി അബൂ ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു, നബിയെ, അത് ഞാൻ വാങ്ങിച്ചു തന്നാൽ സ്വർഗ്ഗത്തിൽ ഒരു ഈത്തപ്പന എനിക്കന്ന് വാങ്ങിച്ചു തരുമോ പകരം? യാ അബൂ ദഹ്ദാഹ് വലക ബിഹാ നഖ്ലത്തുൻ ഫിൽ ജന്നഹ്. സുഹാബി ഓടുകയാണ്, ചെന്ന് ചോദിച്ചു, തരുമോ? അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് പകരം തരാൻ കഴിയില്ല, എനിക്ക് അത്രക്ക് വില വേണം. എത്ര വേണം? ഈ ഈത്തപ്പനക്ക് 40 പകരം വേണം. സാക്ഷികളെ വിളിക്കണം. അബൂ ദഹ്ദാഹ് തങ്ങൾ പറഞ്ഞു, 40 വേണമോ? എന്റെ ഇന്നാലിന്ന തോട്ടത്തിലെ 40 ഈത്തപ്പനകൾ അതിന്റെ വേരോടെ, തടിയോടെ, മണ്ണോടെ നിങ്ങൾക്ക് ഞാൻ പകരം തരാം. എനിക്കതിന്റെ പകരം അല്ലാഹുവിന്റെ സ്വർഗം വേണം. അത് വാങ്ങിച്ച് നബിയുടെ മുമ്പിലേക്ക് വന്നപ്പോഴേക്കും നസലൽ അമീനു ജിബ്രീലു അലൈഹിസ്സലാം ഫഅമ്മാ മൻ അഅതാ വത്തഖാ وصدق بالحسنى فسنيسره لليسرى وأما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى. ആരാണോ അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹു പ്രതിഫലം നൽകുമെന്ന് വിചാരിച്ചുകൊണ്ട് അള്ളാഹുവിന് കൊടുക്കുന്നവർ, അവർക്ക് അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും. ആരാണോ പിശുക്കുന്നത്, പിടിച്ചു വെക്കുന്നത്, പരലോകത്തെ നന്മയെ നിഷേധിക്കുന്നത്, അള്ളാഹുവിന്റെ വിചാരണ ദിവസത്തിൽ വിശ്വസിക്കാതിരിക്കുന്നത്, നരകത്തിലേക്കുള്ള വഴിയിലേക്കാണ് അവർ പ്രവേശിക്കുന്നത് എന്ന് ആയത്തുകൾ അവതരിക്കാൻ കാരണം ഈ സംഭവമാണ്. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹുവിന്റെ ഓർഡറും അങ്ങനെയാണ്, ഫഇദാ ഫറഗ്ത ഫൻസബ്. ഒരു നന്മ അങ്ങ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു നന്മയിൽ ഉടനെ പ്രവേശിച്ചേക്കണം. അതുകൊണ്ടാണ് ഖുർആൻ ഓതുന്ന ആളുകൾ
വിശുദ്ധ ഖുർആന്റെ മുഴുവൻ ഖത്തം തീർത്തു കഴിഞ്ഞാൽ സൂറത്തുൽ നാസിൽ നിർത്തിപ്പോവരുത്. ഉടനെ ഓതണം സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ബഖറയുടെ ആദ്യ ഭാഗങ്ങൾ ഓതിയിട്ടേ അവസാനിപ്പിക്കാവൂ. കാരണം എന്തേ? ഇനി ഞാൻ തുടങ്ങാൻ പോകുന്നുണ്ട്. ഇതൊരു അവസാനമല്ല, ഇത് അടുത്ത ഒരു തുടക്കത്തിന്റെ ഒരു തുടക്കവും കൂടിയാണ്. അവസാനിക്കുമ്പോഴേക്കും മറ്റൊന്ന് തുടങ്ങുന്നത്. റമദാൻ അവസാനിക്കുമ്പോഴേക്കും ശവ്വാലിന്റെ സുന്നത്തുകൾ, പിന്നെ മാസത്തിലെ 13, 14, 15 ദിവസങ്ങളിലെ സുന്നത്ത്, പിന്നെ തിങ്കളാഴ്ചയുടെയും അതുപോലെ വ്യാഴാഴ്ചയുടെയും സാധിക്കുന്ന ആളുകൾക്ക് എടുക്കാൻ, ഈമാനുള്ള ആളുകൾക്ക് നന്മ വർദ്ധിക്കാനുള്ള വഴികൾ. ഒന്ന് കഴിയുമ്പോഴേക്കും ഒന്ന് തീരുമ്പോഴേക്കും മറ്റൊന്ന്. നിർത്തിപ്പോവരുത്. ഖുർആൻ ഖത്തം തീരുമ്പോഴേക്കും അടുത്ത ഖുർആനിന്റെ ആരംഭങ്ങൾ ഓതി വെക്കണം. അത് മാത്രമല്ല, നിങ്ങൾ ഖുർആൻ എടുത്തു നോക്കൂ. ഖുർആൻ എടുത്തു നോക്കിയാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുസാഫ് ഉണ്ടോ ഇവിടെ? മുസാഫ് പള്ളിയിലുണ്ടാ? ഒന്നുള്ള ആളുകളുണ്ടെങ്കിൽ ഒന്ന് കൊടുത്തായി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് الذي يوسوس في صدور الناس من الجنة والناس. ആ നാസ് എന്ന സീനിൽ അവസാനിച്ചു കഴിയുമ്പോ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മിനൽ ജിന്നതി വന്നാസ്, മിനൽ ജിന്നതി വന്നാസ്. അല്ലാഹുവേ, ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നുമുള്ള പിശാചിൽ നിന്ന് നീ ഞങ്ങൾക്ക് കാവൽ തരയണമേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവിന്റെ നാമം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ആരംഭിക്കുമ്പോ, ഓരോ സൂറത്തും അവസാനിക്കുമ്പോ അടുത്ത സൂറയിലേക്ക് ആരംഭിക്കാനുള്ള രീതിയിലാണ് അല്ലാഹു തആല ആ ആയത്തുകളുടെ അവസാനത്തിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വലം യകുല്ലഹു കുഫുവൻ അഹദ് എന്ന് പറയുമ്പോ കുഫുവൻ അഹദും ബിസ്മില്ലാഹി അഹദുൻ എന്നല്ല, അവിടെ ഒരു മീമുണ്ട്. അഹദും എന്തേ? പിന്നെ നിങ്ങൾ ഓതുന്നത് ബിസ്മിയാണ്. അഹദും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ ഹസദ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവസാനിക്കുമ്പോൾ സുക്കൂനാണ് വരിക. മിനൽ ജിന്നതി വന്നാസി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അവിടെ സുക്കൂനിട്ട് അവസാനിപ്പിക്കല്ല. നിങ്ങൾ ഖുർആൻ അവസാനിക്കുമ്പോഴേക്കും തുടക്കത്തിലേക്ക് തന്നെ തിരിച്ചു വരണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫാത്തിഹ ഓതി കഴിയ വലല്ലാലീന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം മീം. ഏത് സൂറത്തും അവസാനിക്കുന്നത് അടുത്ത സൂറയിലേക്ക് തുടങ്ങാൻ പറ്റുന്ന രീതിയിലാണ്. എങ്ങനെ? അടുത്ത ബിസ്മില്ലാഹി ഓതാൻ പറ്റുന്ന രീതിയിൽ. ഖുൽ ഹുവല്ലാഹു അഹദുല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദും ബിസ്മില്ലാഹ്. സൂറത്തുൻ നസ്ർ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് അവസാനിക്കുമ്പോ ഇന്നഹു കാന തവ്വാബാ. അവിടെ ഒരു മീമുണ്ട്. തവ്വാബം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ബിസ്മി ചേർത്ത് ഓതാൻ പറ്റും. ആ രീതിയിൽ ഒരു സൂറത്ത് അവസാനിക്കുമ്പോൾ അടുത്ത സൂറത്ത് തുടങ്ങാൻ പറ്റുന്ന രീതിയിൽ. എന്തിന്? നിർത്തിപ്പോവരുതേ. സൂറത്തുൽ മസദ് നോക്കൂ. ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. ഈ മസദ് എന്ന് അവസാനിക്കുമ്പോൾ ഒരു മീമുണ്ട്. എന്തിനാണത്? മസദിം ബിസ്മില്ലാഹി. തൻവീന് ശേഷം ബിസ്മിയുടെ ബാ വരുന്നത്. മസദിം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വളരെ വളരെ കൃത്യമായി സൂക്ഷ്മമായി പരിശോധിച്ചു നോക്കുമ്പോൾ ഓരോ സൂറത്തും അവസാനിക്കുമ്പോ നിർത്തിപ്പോവല്ലേ, അടുത്തത് തുടങ്ങണം. തീർന്നിട്ടില്ല, ഇനി റമദാൻ വരുമ്പോ ഓതിയാൽ മതി എന്ന് പറയല്ലേ. ഇടക്കിടക്ക് ഖുർആനിന്റെ ഖത്മുകൾ തീർക്കണമേ. നബി തങ്ങൾ സ്വഹാബിമാരോട് പറഞ്ഞു, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഖുർആൻ ഒരു മാസം കൊണ്ട് ഖത്തം തീർക്കണം. ഇവർ പറഞ്ഞു, നബിയെ ഞങ്ങൾക്കൊരു മാസത്തിന്റെ ആവശ്യമില്ലല്ലോ, അതിലും പെട്ടെന്ന് തീർക്കാമല്ലോ.
ചില ആളുകൾ പറഞ്ഞു 10 ദിവസം, ചിലർ പറഞ്ഞു നബിയെ ഞങ്ങൾക്ക് 7 ദിവസം കൊണ്ട് കഴിയും, ചിലർ പറഞ്ഞു നബിയെ അതിലും കുറച്ച്. നബി തങ്ങൾ പറഞ്ഞു നിങ്ങൾ വിശുദ്ധ ഖുർആനിനെ വളരെ ചിന്തിച്ചുകൊണ്ട് ഓതുകയാണ് നിങ്ങൾക്ക് ഉത്തമം. 3 ദിവസം കൊണ്ട് വരെ ഖത്ം തീർക്കാമെന്ന് പറഞ്ഞവരോട് നിങ്ങൾ സമയമെടുത്ത് ഓതലാണ് ഉത്തമം എന്ന് പഠിപ്പിക്കുന്ന രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചുരുക്കി പറഞ്ഞാൽ ഫഇദാ ഫറഗ്ത ഫൻസബ്, ഉന്മേഷം നഷ്ടപ്പെടാതിരിക്കുക. അടുത്ത റമദാൻ വരണ്ട, ഒരു ഖിയാമുൽ ലൈൽ തുടങ്ങാൻ, ഒരു തസ്ബീഹ് നിസ്കരിക്കാൻ, സുബ്ഹിക്ക് മുമ്പ് എഴുന്നേറ്റുള്ള തഹജ്ജുദ് നിസ്കരിക്കണമെങ്കിൽ ഇനി റമദാനിന്റെ അവസാനത്തെ 10 വരട്ടെ എന്ന് കാത്തിരിക്കലിൻ തുടർന്നുകൊണ്ടിരിക്കൻ. ഇടക്കിടക്ക് എപ്പോഴും നന്മകളിലേക്കുള്ള ഉത്സാഹം ഒരിക്കലും കെടാതെ സൂക്ഷിക്കുവിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികൾക്ക് ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങളൊക്കെ നമുക്കുണ്ടോ? അവരൊക്കെ ചെയ്ത ത്യാഗങ്ങളുടെ 1000-ൽ 1 അംശം നമുക്ക് ചെയ്യേണ്ടി വരുന്നുണ്ടോ? ഗസീലുൽ മലായിക, അല്ലാഹുവിന്റെ മലക്കുകൾ കുളിപ്പിച്ചു കഴിഞ്ഞ സ്വഹാബിയാണ് ഹൻദല റളിയല്ലാഹു അൻഹു. യുദ്ധം കഴിഞ്ഞ സ്വഹാബികൾ മയ്യിത്ത് എടുക്കാൻ വേണ്ടി വരുമ്പോഴുണ്ട് ആ മരുഭൂമിയിൽ എല്ലാ സ്വഹാബികളും ഉണങ്ങിയ ഭൂമിയിൽ കിടക്കുമ്പോ മഹാനായ ഹൻദല റളിയല്ലാഹു അൻഹുവിന്റെ മയ്യിത്തിന്റെ അരികത്ത് വെള്ളം തളം കെട്ടി നിൽക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിനോട് വിവരം ചെന്ന് പറഞ്ഞു നബിയേ, എല്ലാ സ്വഹാബികളും ഈ ഉണങ്ങിയ ഭൂമിയിൽ, മരുഭൂമിയിൽ ഷഹീദുകളായി ചോര ചിന്തി കിടക്കുമ്പോ വെള്ളം ഒഴിച്ച് കുളിപ്പിച്ച പോലെ ഒരു സ്വഹാബി കിടക്കുന്നുണ്ട് നബിയെ. ഹൻദല റളിയല്ലാഹു അൻഹു ഗസീലുൽ മലായിക, അല്ലാഹുവിന്റെ മലക്കുകളാണ് അത്രേ കുളിപ്പിച്ചത്. വിവാഹം കഴിഞ്ഞ അന്ന്, പുതിയാപ്പിള ഇറങ്ങിയ അന്ന് രാത്രിയാണ് വിളിയാളം വരുന്നത്, യുദ്ധത്തിലേക്ക് വരണം. പുതുനാരിയോടാ പറഞ്ഞത്, പെണ്ണിനോടാ പറഞ്ഞ് ഞാൻ പോകട്ടെ, ഞാൻ പോവുകയാണ്, അള്ളാഹുവിന്റെ ദീനിന് എന്നെ ആവശ്യമുണ്ട്, ഞാൻ പോകട്ടെ എന്ന് മധുവിധുരാവിൽ സ്വന്തം ഭാര്യയോടൊപ്പം ശയിച്ചതിന്റെ ശേഷം ജനാബത്ത് കുളിക്കാനുള്ള സമയം പോലും കിട്ടാതെ ഓടി യുദ്ധത്തിലേക്ക് പോയ ഹൻദല റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹുവിന്റെ മാലാഖമാർ എടുത്തു കുളിപ്പിച്ചതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പുതിയപ്പിള്ളാരെ മാളിക മുകളിൽ നിന്ന് താഴേക്ക് ചായ കുടിക്കാൻ വരാൻ പറ്റുമോ? കല്യാണം കഴിഞ്ഞന്ന് അങ്ങോട്ട് കൊണ്ടു കൊടുക്കണ്ടേ അമ്മായിമ്മ? യുദ്ധത്തിലേക്ക് ഇറങ്ങി ഓടിയത് ഹൻദല റളിയല്ലാഹു തആല. നമ്മൾ എന്താ ചെയ്തെന്ന് ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ എന്ത് ചെയ്തു? അല്ലാഹുവിന് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാണ്. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു ഭരണാധികാരം, പല ഭാഗങ്ങളിലുള്ള ഭരണം അബൂ മൂസൽ അശ്അരി തങ്ങളെ ഏൽപ്പിച്ചിരുന്നു. ബഹുമാനപ്പെട്ടവർ ഒരിക്കൽ പറഞ്ഞു, മജ്സഅത്ത് ഇബ്നു സൗർ അസ്സദൂസി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ വിളിച്ചിട്ട് പറഞ്ഞു, മഹാനായ മജ്സഅയോട് പറയുന്നു, മജ്സഅ റളിയല്ലാഹു അൻഹു, നിങ്ങളുടെ സമൂഹത്തിൽ നിന്ന് നല്ല ബുദ്ധിയുള്ള, തന്റെ ഇടമുള്ള, നീന്താൻ കഴിവുള്ള ഏതെങ്കിലും ഒരാളെ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. നീന്താൻ കഴിവുള്ള ഒരാൾ. നീന്തൽ ഇപ്പൊ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ നീന്തൽ പഠിക്കുന്നുണ്ട് അല്ലെ? കുട്ടികളൊക്കെ ഏത് പുഴയിൽ വീണാലും നീന്തി രക്ഷപ്പെട്ടേക്കും. നീന്തൽ അറിയാത്തവരുണ്ടോ എന്ന് ചോദിച്ചാൽ മതി. ഇവിടെ നീന്തൽ അറിയുന്നവരുണ്ടോ എന്ന് ചോദിക്കുന്നതിനേക്കാളും കൂടുതൽ നീന്തൽ പഠിക്കൽ സുന്നത്താണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെട്ടതുമാണ്. മക്കളെ പഠിപ്പിക്കണം, വാപ്പമാർ നീന്തൽ പഠിപ്പിക്കണം, റിമായ ആർച്ചറി പഠിപ്പിക്കണം, അമ്പെയ്യുന്നത്, അതുപോലെ തന്നെ ഖിറാഅത്തുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ ഓതാനം, ഇത് പഠിപ്പിക്കണം എന്നാണ്. അബൂ മൂസൽ അശ്അരി തങ്ങൾ പറഞ്ഞു, നിങ്ങളിൽ ആർക്കൊക്കെയാണോ നീന്താൻ അറിയുന്നത്, നല്ല ബുദ്ധിയുള്ളത്, നല്ല തന്റേടമുള്ളത്, അങ്ങനത്തെ ഒരാളെ നിങ്ങൾ എനിക്ക് വേണ്ടി പറഞ്ഞയക്കണം. അപ്പോ മജ്സഅ റളിയല്ലാഹു അൻഹു, മജ്സഅ ബിൻ സൗർ അസ്സദൂസി റളിയല്ലാഹു അൻഹുമാ, അവരും വാപ്പയും സ്വഹാബിയാൻ. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അബൂ മൂസൽ അശ്അരി തങ്ങളെ ഞാൻ തന്നെ പോരെ, ഞാൻ പോരെ എന്ന് ചോദിച്ചു. നിങ്ങൾ റെഡിയാണോ? ബുദ്ധിയുണ്ട്, നീന്താൻ അറിയുമോ? അറിയും. ഇത് ചോദിക്കുന്നത് എവിടെയാണ്? മക്കയിൽ ഒരു കുളം പോലും ഇല്ലാതെയാ നബിയും സ്വഹാബത്തും ജീവിച്ചത്. മദീനയിൽ ഒരു കുളമുണ്ട്, അത്രേ ഉള്ളൂ. നീന്താൻ പറ്റുന്ന പുഴകളില്ല മദീനയിൽ. ഒരു കുളമുണ്ടായിരുന്നു, അത്ര തന്നെ. പക്ഷേ നബി തങ്ങൾ മക്കയിലുള്ളപ്പോഴും മദീനയിലുള്ളപ്പോഴും സ്വഹാബത്തിനോട് നീന്താൻ പഠിക്കാൻ വേണ്ടി പറഞ്ഞു. അന്ന് കടലെടുത്തില്ല. കടൽ കിട്ടണമെങ്കിൽ ജിദ്ദയിൽ പോകണം. നബി തങ്ങൾ കടൽ കണ്ടിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ കടലിൽ യാത്ര ചെയ്തിട്ടുമില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ തങ്ങൾ നീന്തൽ പഠിക്കാൻ വേണ്ടി പറഞ്ഞു. വല്ലാത്തൊരു വാക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
സുഹാബിയാണ് ചോദിക്കുന്നത് മറ്റൊരു സുഹാബിയോട്, ഭരണാധികാരിയാണ് ചോദിക്കുന്നത്, നിങ്ങളിൽ നീന്തമറിയുന്ന നല്ല തന്റെ ഇടമുള്ള ആരെങ്കിലും ഉണ്ടോ? സദൂസ് ഗോത്രത്തിൽ മഹാനായ മജ്സഅത്ത് ഇബ്നു സൗർ അസ്സദൂസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂ മൂസ അശ്അരി തങ്ങളെ, ഞാൻ തന്നെ പോരെ, എനിക്കറിയാം. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, നിങ്ങൾ റെഡിയാണെങ്കിൽ വരണം. പേർഷ്യക്കാരനായ ഒരു വഴികാട്ടിയുടെ കൂടെ ഞാൻ നിങ്ങളെ പറഞ്ഞയക്കുന്നുണ്ട് ഇറാനിലേക്ക് പോവാൻ. ഇറാനിലേക്ക് പോയി മുസ്ലിമീങ്ങളായ ആളുകളോട് യുദ്ധം ചെയ്യുന്ന ഹുർമുസാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ സങ്കേതം കണ്ടുപിടിക്കണം. നിങ്ങൾ പോകുന്നത് ഇറാനിലെ ഒരു പുഴയിൽ നിന്നും ഒരു ഗുഹയുണ്ടാക്കിയിട്ടുണ്ട് ഒരു നഗരത്തിലേക്ക്. ആ ഗുഹയുടെ ഉള്ളിലൂടെ പോകണം. ആ ഗുഹയിൽ വെള്ളമുണ്ട്, പുഴയുമായി കണക്ട് ചെയ്യുന്നതാണ്. ആ പുഴയിൽ നിന്ന് നഗരത്തിലേക്ക്, ഹുർമുസാൻ താമസിക്കുന്ന നഗരത്തിലേക്ക് പോകുന്ന ആ ഒരു നഫക്കിലൂടെ, ടണലിലൂടെ വേണം സഞ്ചരിക്കാൻ. ആഴമുള്ള സ്ഥലത്ത് നീന്തേണ്ടി വരും, ആഴം കുറഞ്ഞ സ്ഥലത്ത് നടക്കേണ്ടി വരും. ഇതിനൊക്കെ നിങ്ങൾ ഒരുക്കമാണോ? ഞാൻ ഒരുക്കമാണെന്ന് മഹാനായ മജ്സഅ റളിയല്ലാഹു അൻഹു പേർഷ്യക്കാരന്റെ കൂടെ യാത്ര പോയി. അന്ന് നോക്കണം, രാജാക്കന്മാരുണ്ടാക്കുന്ന വലിയ വലിയ സംവിധാനങ്ങൾ. ടിപ്പു സുൽത്താനിന്റെ ഗുഹകളെ കൊണ്ട് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നഗരങ്ങളെ ബന്ധിപ്പിക്കുമായിരുന്ന ഗുഹകൾ, അല്ലെ? ടിപ്പു സുൽത്താനിന്റെ ആസ്ഥാന കേന്ദ്രമായിരുന്നുവല്ലോ നമ്മുടെ സുൽത്താൻ ബത്തേരി. സുൽത്താൻ ബത്തേരി എന്ന വാക്ക് തന്നെ സുൽത്താൻസ് ബാറ്ററി, സുൽത്താനിന്റെ ഊർജ കേന്ദ്രം എന്നായിരുന്നു ഇംഗ്ലീഷുകാരുടെ പേരാണത്. സുൽത്താൻ ബത്തേരി എന്ന് പറഞ്ഞത് സുൽത്താൻസ് ബാറ്ററി, സുൽത്താനിന്റെ ബാറ്ററി ആയിരുന്നു ആ പ്രദേശം. അവിടെ നിന്നാണ് യുദ്ധങ്ങൾ നിയന്ത്രിച്ചത്. എത്രയോ ടണലുകൾ ഭൂമിക്കുട അടിയിലൂടെ കടന്നു പോകാൻ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നും ശ്രീരംഗപട്ടണത്തിൽ പോയാൽ അതിന്റെ ചില അവശിഷ്ടങ്ങളൊക്കെ കാണാൻ പറ്റും. മജ്സഅ റളിയല്ലാഹു അൻഹു കടന്നു പോകുന്നത് ഇറാനിലെ ഒരു പുഴയിൽ നിന്ന് ഒരു നഗരത്തിലേക്ക് കണക്ട് ചെയ്യുന്ന മിനിമം 2 മണിക്കൂർ വേഗത്തിൽ സഞ്ചരിച്ചാൽ മാത്രം എത്തുന്ന ഒരു ടണലിലൂടെ സഞ്ചരിച്ചു മജ്സഅ റളിയല്ലാഹു അൻഹു. പക്ഷെ പോകുമ്പോ മുആവിയ തങ്ങൾ പറഞ്ഞു, അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മജ്സഅ, നിങ്ങൾ അവിടെ പോയി ഹുർമുസാൻ എവിടെയാണ് നിൽക്കുന്നത് എന്ന് കാണണം. അവരുടെ കോട്ട, ആ നഗരത്തിന്റെ പേര് തുസ്തർ എന്നാണ്. മഹാനായ സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹുവിന്റെ നാട്. സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി നിങ്ങൾ കേട്ടിരിക്കും. വളരെ ചെറുപ്പകാലങ്ങളിൽ അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ, അല്ലാഹു എന്റെ കൂടെയുണ്ട്, അല്ലാഹു എന്നെ നോക്കുകയാണ്, അവരെനിക്ക് സാക്ഷിയാണ് എന്ന് അവരുടെ സ്വന്തം അമ്മാവൻ പഠിപ്പിച്ചു കൊടുത്ത, വളരെ ചെറുപ്പത്തിലെ ചൊല്ലിപ്പടിച്ച മഹാനായ സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു. ആ മഹാൻ വളർന്നു വന്ന നാടാണ് തുസ്തർ, ഇറാനിന്റെ ഭാഗമാണ്. തുസ്തർ നഗരം ഒരു പുഴയിൽ നിന്ന് ടണലിലൂടെയാണ് കണക്ട് ചെയ്യപ്പെടുന്നത്. അത് യോദ്ധാക്കൾക്ക്, രാജാക്കന്മാർക്ക് മാത്രം ഉപയോഗിക്കാൻ ടണലായിരുന്നു. മഹാനായ മജ്സഅ റളിയല്ലാഹു അൻഹുവിനോട് അബൂ മൂസ അശ്അരി തങ്ങൾ നിർദ്ദേശിച്ചു, നിങ്ങൾ അവിടെ പോയി ഒന്നും ചെയ്യരുത്. മജ്സഅ റളിയല്ലാഹു അൻഹുവിന്റെ ജ്യേഷ്ഠനെ വധിച്ച ആളാണ് ഹുർമുസാൻ. നഗരത്തിലേക്ക് ചെന്നു. മജ്സഅത്ത് ഇബ്നു സൗർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ആ ഗുഹയിലേക്ക് കടന്നു. നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പ്, കൂരിരുട്ടുണ്ട്. ആ ഇരുട്ടിലൂടെ ഞങ്ങൾ നടന്നു. എന്തെല്ലാം അപകടങ്ങൾ പ്രതികരിക്കാം, പക്ഷേ ഖലീഫ എന്നെ ഏൽപ്പിച്ചൊരു ദൗത്യമാണത്, അത് കൃത്യമായി ഞാൻ ചെയ്തേ പറ്റൂ. ഞാനത് കൃത്യമായി ചെയ്തു. കുറെ സ്ഥലങ്ങളിൽ നീന്തേണ്ടി വന്നു. അതുകൊണ്ടാണ് നീന്തമറിയുന്ന ഒരാൾ വേണമെന്ന് അന്നത്തെ വാലിയായിരുന്ന, ഖലീഫയായിരുന്നില്ല അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു, വാലിയ, അവിടുത്തെ ഗവർണറാണ്, ഇസ്ലാമിന്റെ ഗവർണറാണ്, അവർ നിയോഗിച്ചതാണ്. മജ്സഅ റളിയല്ലാഹു അൻഹു 2 മണിക്കൂറിലേറെ സമയമെടുത്ത് തുസ്തർ എന്ന നഗരത്തിലെത്തി. ആളറിയാതെ പേർഷ്യക്കാരനായ ഗൈഡിന്റെ കൂടെ പോയിട്ട് അദ്ദേഹം കാണിച്ചു കൊടുത്തു ഹുർമുസാനിനെ. മജ്സഅത്ത് ഇബ്നു സൗർ അസ്സദൂസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ എന്റെ ആവനാഴിയിൽ നിന്നൊരു അമ്പെടുത്തു. ഹുർമുസാനിനെ ഞാൻ കണ്ടു. അവൻ എന്റെ ജ്യേഷ്ഠനെ വധിച്ചവനാണ്, ഇസ്ലാമിനോട് യുദ്ധം ചെയ്യുന്നവനാണ്. ഹുർമുസാനിനെ അമ്പെടുത്ത് ഞാൻ അമ്പെയ്തുകൊണ്ട് ഹുർമുസാന്റെ ലക്ഷ്യം വെച്ചൊരു അമ്പെയ്തിരുന്നുവെങ്കിൽ അവൻ അവിടെ തന്നെ വീട് മരിക്കുമായിരുന്നു. പക്ഷേ എന്നോട് അബൂ മൂസ അശ്അരി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്റെ നേതാവ് ഒന്നും ചെയ്യരുത് എന്ന്. അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്തില്ല. അമ്പ് താഴെ വെച്ചു. ഞാൻ എന്റെ മനസ്സിനെ അടക്കി പിടിച്ചു. തിരിച്ചു വന്നു. അബൂ മൂസ അശ്അരി
അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിനെ ബഹുമാനപ്പെട്ടവരോട് ചെന്ന് കാര്യം പറഞ്ഞു കൊടുത്തു. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു 300 സൈന്യം അടങ്ങുന്ന ആളുകളെ, 300 പേരടങ്ങുന്ന ഒരു സൈന്യത്തെ നിയോഗിച്ചു ഹുർമുസാനിനോട് പടപൊരുതാൻ. ഹുർമുസാനിനെ പടപൊരുതാൻ 300 ആളുകൾ. അവരുടെ നേതാവാണ് മജ്സഅത്ത് ഇബ്നു സൗർ അസ്സദൂസി റളിയല്ലാഹു അൻഹു. അവരോട് പറഞ്ഞു, 300 ആളുകൾ നിങ്ങളോടൊപ്പമുണ്ട്, തുസ്തറിലേക്ക് പോയിക്കോ. ഒരു ദൗത്യം ഏൽപ്പിക്കുകയാണ്. ഒരു ദൗത്യം എങ്ങനെയാണ് മുസ്ലിം ഏറ്റെടുക്കുന്നത്? വളരെ കൃത്യമായി, അതെത്ര കാഠിന്യമുള്ളതാണെങ്കിലും എത്ര ത്യാഗം സഹിക്കേണ്ടി വന്നാലും അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറായ, അള്ളാഹുവിന് വേണ്ടി അത് നടപ്പിലാക്കാൻ തയ്യാറാണ്. മജ്സഅ റളിയല്ലാഹു അൻഹു 300ഓളം ആളുകളുമായി ഈ ടണലിലൂടെ കടക്കാൻ പോകുന്നു. ബഹുമാനപ്പെട്ടവരും അനുയായികളും നീണ്ട മറയുന്ന ആളുകളെയാണ് കൊണ്ടുപോയത്. അത്ഭുതം എന്താണെന്നറിയുമോ? 300 ആളുകളുമായി തുസ്തറിന്റെ കോട്ട കൊത്തളങ്ങളോട് പടപൊരുതാൻ പോകുമ്പോ അവിടുത്തെ കോട്ട പിടിച്ചടക്കണം. അതിന് പോകുമ്പോ 220ഓളം ആളുകൾ ആ ടണലിന്റെ ഉള്ളിൽ മുങ്ങി മരിച്ചു. 220ഓളം ആളുകൾ. 300 ആളുകളുമായി പോയതിൽ 80 ആളുകളാണ് മജ്സഅ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ബാക്കിയായത്. ആ 80 ആളുകളുമായി പോകുമ്പോൾ പറഞ്ഞിരുന്നു, എങ്ങാനും ഒരു യുദ്ധം പുറപ്പെടുകയാണെങ്കിൽ ഞാൻ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലും, നിങ്ങൾ ഉടനെ രംഗത്തിറങ്ങിക്കൊള്ളണം. 300-ൽ 220 മരിച്ചുപോയി. ബാക്കിയുള്ളത് 80 ആളുകൾ. 80 ആളുകളുമായി ചെന്നിട്ടാണ് ഇറാനിന്റെ കോട്ടയിൽ ചെന്നുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന തക്ബീർ മുഴക്കി മഹാനായ മജ്സഅ റളിയല്ലാഹു അൻഹു ഹുർമുസാനിനോടുള്ള ആ യുദ്ധത്തിൽ ഇസ്ലാമിക ലോകത്തിന് വലിയ വിജയമുണ്ടാക്കി കൊടുത്തത്. എത്ര വലിയ ത്യാഗം ചെയ്തുകൊണ്ട്! ടണലിലൂടെയും ഗുഹയിലൂടെയും ഇരുട്ടിലൂടെയും നീന്തിയിട്ടും മുങ്ങിയിട്ടും ജീവൻ വരെ പണയം വെച്ചും അല്ലാഹുവിന് ചെയ്യേണ്ടി ചെയ്ത ത്യാഗങ്ങളാണത്. നമ്മൾ ചെയ്യാറുണ്ട്, ത്യാഗത്തെക്കുറിച്ച് കേൾക്കാറുണ്ട്. ബോട്ടിറങ്ങി ലോഞ്ചിൽ പോയി 960-ലും 50-കളിലുമൊക്കെ കടലിൽ നിന്ന് നീന്തി അക്കരെ രക്ഷപ്പെട്ട് ഗൾഫിലേക്ക് ജോലിക്ക് പോയ കഥകൾ നമ്മൾ കേൾക്കാറുണ്ട്. ഓടി രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ നീന്തി രക്ഷപ്പെട്ടു. ബോട്ട് ഇറക്കിയിട്ട് പറഞ്ഞു, ഇത് തന്നെയാണ് ദുബായ്, നീന്തിക്കോ എന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഇറങ്ങി നീന്തി, അങ്ങനെ ജോലി കിട്ടി. അങ്ങനെ കുറെ 30 കൊല്ലം 40 കൊല്ലം ജീവിച്ചു, തിരിച്ചു വന്നു എന്നൊക്കെ. കുഴപ്പമില്ല, റിസ്ക്കിന് വേണ്ടി പോകുന്നതും അള്ളാഹുവിന്റെ വഴിയിൽ തന്നെയാണ്. ഒരു റിസ്ക് അന്വേഷിച്ച് ചെയ്യുന്ന യാത്ര ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ വഴിയിലാണ്. പക്ഷേ ഇതുപോലെ ഒരു യാത്ര അള്ളാഹുവിന് വേണ്ടി ചെയ്യുമായിരുന്നു നമ്മൾ. ഇങ്ങനൊരു റിസ്ക് അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ എടുക്കുമോ? മുഅ്മിനായ മനുഷ്യന്റെ ജീവിതം അള്ളാഹുവിനെ സമർപ്പിച്ചതാണ്. അള്ളാഹുവിന്റെ കൽപ്പനകളേതോ നേതാവിന്റെ കൽപ്പനകളേതോ അത് ശിരസാ വഹിക്കാൻ തയ്യാറായവർ നമ്മുടെ ചെറുപ്പക്കാർ ഇവിടെയുണ്ട്. സഹചാരി പ്രവർത്തനങ്ങൾ ഇവിടെയുണ്ട്. ദീനി ദഅവി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഓരോ പ്രവർത്തനവും നടക്കുമ്പോൾ എത്ര കഷ്ടപ്പാടുകൾ ഉണ്ടാകും പ്രവർത്തകന്മാർക്ക്. അള്ളാഹുവിന് വേണ്ടി സഹിക്കാൻ നേതൃത്വം എന്ത് പറയുന്നുവോ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സ്വഹാബത്ത് കേട്ടുപഠിച്ചത്, ഖുലഫാഉർ റാഷിദുകളിൽ നിന്ന് സ്വഹാബത്തുകൾ പഠിച്ചത്, സ്വഹാബത്തിൽ നിന്ന് താബിഈങ്ങൾ പഠിച്ചത്. അങ്ങനെ തുടങ്ങി ഓരോരുത്തരും അവരവരുടെ ഇമാമിൽ നിന്ന് എന്താണോ കേൾക്കുന്നത് അത് അങ്ങേയറ്റം ഗൗരവത്തോടുകൂടെ വിഷയങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നവർ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്ന് ഉംറ ചെയ്യാൻ വേണ്ടി വന്നപ്പോ, ഹജ്ജ് ചെയ്യാൻ വേണ്ടി വന്നപ്പോ മക്കയിലുണ്ട് ഒരു പെണ്ണ് തവാഫ് ചെയ്യുന്നു. ഇംറഅത്തുൻ മജ്ദൂമ, കുഷ്ഠരോഗം പിടിപെട്ട ഒരു സഹോദരി അവിടെ തവാഫ് ചെയ്യുന്നുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല സഹോദരി لو قعدت يا أمة الله لو قعدت في بيتك لا تؤذين الناس, നിങ്ങൾ ജനങ്ങളെ ബുദ്ധിമുട്ടാക്കാതെ നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൂടെ എന്ന് ചോദിച്ചു ഉമർ റളിയല്ലാഹു അൻഹു ആ പെണ്ണിനോട്. ഈ കുഷ്ഠരോഗവുമായി വരുമ്പോ ഇബാദത്തിന് വരുന്ന ആളുകൾക്ക് ഒരു വെറുപ്പോ ഒരു പ്രയാസമോ ബുദ്ധിമുട്ടോ തോന്നില്ലേ? നിങ്ങൾക്ക് വീട്ടിലിരുന്നാ പോരെ? നിങ്ങളിത് ചെയ്യേണ്ടതുണ്ടോ? അള്ളാഹു നിങ്ങൾക്ക് ഇളവ് തന്നിട്ടുണ്ടല്ലോ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ ഫഖഅദത് ഫീ ബൈതിഹാ, ആ പെണ്ണ് പിന്നെ ഒരിക്കലും ഹജ്ജിന് വന്നിട്ടില്ല എന്ന് അവര് പിന്നെ വീട്ടിൽ പോയിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ശത്രുവിന്റെ കുത്തേറ്റ് വഫാത്തായപ്പോ ആളുകൾ പറഞ്ഞു, പെണ്ണേ നിങ്ങളോട് മക്കയിലേക്ക് ഹജ്ജിന് തിക്കും തിരക്കുമുള്ള നേരത്ത് നിങ്ങളുടെ കുഷ്ഠരോഗവുമായി മക്കയിലേക്ക് ഹറമിലേക്ക് വരണ്ട എന്ന് പറഞ്ഞ ആൾ മരിച്ചുപോയിരിക്കുന്നു മദീനയിൽ, നിങ്ങൾക്ക് പൊയ്ക്കൂടെ?
മഹദി പറഞ്ഞ വാക്കെന്താണെന്നറിയുമോ? വല്ലാഹി മാ കുൻതു ലിഉതിഅഹു ഹയ്യൻ വഅഅസിയഹു മയ്യിതാ. അള്ളാഹുവിനെ തന്നെയാണ് സത്യം. ജീവിച്ചിരിക്കുമ്പോൾ അനുസരിക്കുകയും മരിച്ചുപോയാൽ പിന്നെ അതിനെതിരെ ചെയ്യുകയും ചെയ്യുന്ന ഏർപ്പാട് എനിക്കില്ല. ഞാൻ ഇപ്പോഴും അവരനുസരിക്കുമെന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആ തീരുമാനം മരണത്തിന്റെ ശേഷവും അങ്ങനെ തന്നെ കൊണ്ടുപോയൊരു മഹദി. ഇമാം ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, അമവി ഭരണാധികാരികളിൽ രണ്ടാം ഉമർ എന്നറിയപ്പെട്ട മഹാൻ, രണ്ടാം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ മുൻഗാമികളായ ഭരണാധികാരികൾ ജനങ്ങളിൽ നിന്ന് പിടിച്ചു പറ്റിയ മുഴുവൻ ഹക്കുകളും ജനങ്ങൾക്ക് തിരിച്ചു കൊടുത്ത മഹാൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. സ്വന്തം ഭാര്യ ഫാത്തിമ ബിൻതു അബ്ദുൽ മലിക്, ഒരുപാട് ആഭരണങ്ങൾ ഉണ്ടായിരുന്നു ആ മഹദിക്ക്. കല്യാണം കഴിച്ചു കൊണ്ടുവരുമ്പോ രാജാവിന്റെ മകളാണ്, ഖലീഫയുടെ മകളാണ് ഫാത്തിമ ബിൻതു അബ്ദുൽ മലിക്. അവരാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ. ഒരുപാട് മുത്തുകളും പവിഴങ്ങളും വാപ്പ് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സമ്പത്തുമായിട്ടാണ് വീട്ടിലേക്ക് കയറിയത്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോളെ ഫാത്തിമ, നിങ്ങളുടെ കഴുത്തിലുള്ള ആഭരണം ഒന്ന് അഴിച്ചു തരൂ, നിങ്ങളുടെ കാതില അഴിച്ചു തരൂ, നിങ്ങളുടെ പാദസരം ഒന്ന് അഴിച്ചു തരൂ. ഇങ്ങനെ ആർഭാടം നമുക്ക് വേണ്ട. മുസ്ലിമീങ്ങളിൽ പാവപ്പെട്ട ആളുകൾ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോ ഇത് നമ്മൾ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ബൈത്തുൽ മാലിലേക്ക് കൊടുത്തേക്കാം, പൊതുസ്വത്തിലേക്ക് കൊടുത്തേക്കാം. അതുകൊണ്ട് മാലയും വളയും ഒക്കെ അഴിച്ചു തരൂ. അഴിച്ചു കൊടുത്തു ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഉദ്യോഗസ്ഥന്മാർ സക്കാത്തിന്റെ ഫണ്ടിലേക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയി അവരത് സൂക്ഷിച്ചു വെച്ചു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വഫാത്തായിരിക്കുന്നു. കാതിലയില്ലാതെ, കഴുത്തിൽ മാലയില്ലാതെ, കാലുകളിൽ പാദസരമില്ലാതെ, കൈകളിൽ വളയില്ലാതെ ഒരു രാജകുമാരി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു എന്ന അല്ലാഹുവിന്റെ സാഹിദായ ഒരു ഭരണാധികാരിയുടെ കൂടെ വർഷങ്ങളോളം ജീവിച്ചു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഞങ്ങൾ വഫാത്താകാൻ കിടക്കുമ്പോ വസ്ത്രം തുന്നിപ്പിടിപ്പിച്ച വസ്ത്രമായിരുന്നു. തുന്നിപ്പിടിപ്പിച്ച വസ്ത്രം. മസ്ലമത്ത് ഇബ്നു അബ്ദുൽ മലിക്, ഫാത്തിമയുടെ സഹോദരൻ, ഈ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ അളിയൻ ഭാര്യയുടെ സഹോദരൻ വന്നിട്ട് പറഞ്ഞു, ഫാത്തിമ അമീറുൽ മുഅ്മിനീൻ ഇങ്ങനെ രോഗിയായി കിടക്കുമ്പോ ഒരുപാട് ആളുകൾ ഇവിടെ സന്ദർശിക്കാൻ വരും. വസ്ത്രം മാറ്റി കൊടുക്കണം. ഈ തുന്നിപ്പിടിച്ച വസ്ത്രമാണോ അമീറുൽ മുഅ്മിനീൻ, മദീന ആസ്ഥാനമായി ഇസ്ലാമിക ലോകം ഭരിക്കുന്ന ഒരു ഖലീഫ ഇങ്ങനെയാണോ കിടക്കേണ്ടത്? വസ്ത്രം ഒന്ന് മാറ്റിക്കൊടുക്കണ്ടേ? ആവാമെന്ന് പറഞ്ഞു. പിറ്റേന്ന് വന്നപ്പോഴും അത് തന്നെയാണ് വസ്ത്രം. സഹോദരൻ ദേഷ്യപ്പെട്ടു സഹോദരിയോട്, നിന്റെ ഭർത്താവല്ലേ ഫാത്തിമ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, നിനക്ക് വസ്ത്രം മാറിക്കൊടുത്തൂടെ? ഞാൻ കൊടുത്തേക്കാം. മൂന്നാമത്തെ ദിവസം വന്നു അതേ വസ്ത്രത്തിൽ. ഫാത്തിമയോട് ഒന്ന് ദേഷ്യപ്പെട്ട് ചോദിച്ചു മസ്ലമ, ഫാത്തിമ നീ എന്താണ് ഞാൻ പറഞ്ഞത് കേൾക്കാത്തത്? ഉമർ ഇബ്നു അബ്ദുൽ അസീസിന് എന്താണ് ബഹുമാനപ്പെട്ടവരുടെ ഈ വസ്ത്രം നിങ്ങൾ മാറിക്കൊടുക്കാത്തത്? മുസ്ലിമയെ വിളിച്ചിട്ട് ഫാത്തിമ പറഞ്ഞു റളിയല്ലാഹു അൻഹ, മുസ്ലിമ നിങ്ങൾക്കറിയുമോ ഉമർ ഇബ്നു അബ്ദുൽ അസീസിന് ഈ ഒരു വസ്ത്രമല്ലാതെ വേറെ വസ്ത്രമില്ല. മാറ്റിക്കൊടുക്കണമെങ്കിൽ വേറൊരു വസ്ത്രം വേണ്ടേ? അമീറുൽ മുഅ്മിനീന് വേറൊരു വസ്ത്രമില്ല എന്ന് അന്നത്തെ ഭരണാധികാരി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ വഫാത്തായപ്പോ ആളുകൾ വന്ന് പറഞ്ഞു, ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക്, അല്ലയോ ഫാത്തിമ, രാജകുമാരിയെ പോലെ ജീവിച്ചവരായിരുന്നല്ലോ നിങ്ങൾ. നിങ്ങളുടെ വാപ്പ അബ്ദുൽ മലിക് കോടീശ്വരനായിരുന്നല്ലോ. നിങ്ങളുടെ വാപ്പ തന്ന ആഭരണങ്ങൾ മുസ്ലിമീങ്ങളുടെ പൊതു ഖജനാവിലേക്ക് വേണമെന്ന് ഖലീഫ പറഞ്ഞപ്പോ ഞങ്ങളത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ ആഭരണങ്ങളിൽ സൂക്ഷിപ്പ് കിടപ്പാണ്, ഞങ്ങളത് ആർക്കും വിതരണം ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഫാത്തിമ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ എടുത്തു തരാം. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവർ വഫാത്തായി പോയല്ലോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ആഭരണങ്ങൾ ഞങ്ങൾ എടുത്തു തരാം എന്നൊരു വാക്ക് പറഞ്ഞപ്പോ ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക് റളിയല്ലാഹു അൻഹ ആ മഹദി പറഞ്ഞു, എന്റെ ഭർത്താവ് ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്നിൽ നിന്ന് വാങ്ങിച്ചത് ഭർത്താവിന്റെ മരണശേഷം ഇനി ഞാനത് തിരിച്ചു വാങ്ങില്ല. സ്വദഖത്തുൻ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ വഴിയിൽ ഇത് സ്വദഖയാണ്, ഇതെനിക്ക് വേണ്ട എന്ന് ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക് എന്ന അമവി ഭരണാധികാരിയുടെ പൊന്നുമോൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ
മാ കുന്തു ലിഉതിഅഹു ഹയ്യൻ വഅഅസിയഹു മൈതാ. ഉമർ തങ്ങളെ കുറിച്ച് ആ കുഷ്ഠരോഗമുള്ള പെണ്ണ് പറഞ്ഞ പോലെ ജീവിച്ചിരിക്കുമ്പോൾ അനുസരിക്കുകയും മരിച്ചുപോയാൽ അനുസരണം നിർത്തുകയും ഇത് ഞാൻ ചെയ്യില്ല, എപ്പോഴും ഒരുപോലെ ജീവിച്ചിരിപ്പുള്ള പോലെ തന്നെ. ഇങ്ങനെയാണ് മുസ്ലിം ഒരു ബാധ്യത ഏറ്റെടുക്കുന്നത്, കാര്യങ്ങളെ സമീപിക്കുന്നത് വളരെ സിൻസിയറായിട്ട് ആത്മാർത്ഥതയോടുകൂടെ അള്ളാഹുവിന് വേണ്ടി. അത് ആളുകളെ ബോധിപ്പിക്കുവാനല്ല. ഈ പാഠങ്ങൾ മുസ്ലിം ഉമ്മത്തിന്റെ യുവതലമുറയിൽ ഇനി കാണപ്പെടേണ്ട ഏറ്റവും വലിയ ഗുണങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങൾ അവന് ഖാലിസായ അവന്റെ പ്രീതി കിട്ടാൻ മാത്രമായി ചെയ്യുന്ന അമലുകളായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും എഴുന്നേറ്റ് സ്വലാത്ത് ചൊല്ലിയിരിക്കും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. പിന്നെ നിൽക്കുന്ന ആളുകളുണ്ട്, അത് കാണുമ്പോൾ വലിയ വിഷമം തോന്നുന്നുണ്ട്. പള്ളിയിൽ ഇരിക്കാൻ പറ്റുമെങ്കിൽ ഇരിക്കും. നിന്നിങ്ങനെ നിൽക്കുമ്പോൾ കാലുവേദന ആവൂലേ? അപ്പോ വേണ്ടത് കുറച്ചേരം ഇരുന്നൂര്, ഇനി ഇരുന്നോ ഞാൻ നിന്നോളാന്ന് പറഞ്ഞ് ചെയർ ഒഴിവാക്കി കൊടുക്കുക വേണ്ടത്. തമാശ പറയണേ. പള്ളിയിലിരിക്കാൻ പറ്റുമല്ലോ അല്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പൊ നിങ്ങൾക്ക് ക്ഷീണാവുകയാണെങ്കിൽ നിങ്ങൾ പോയി ഇരുന്നേക്കണം. നമ്മളൊരു 11:30 ഇൻഷാ അല്ലാഹ് നിർത്തുവേ ഇൻഷാ അല്ലാഹ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു, അവിടെ ഫ്രണ്ടിൽ ഒരു പായ വിരിച്ചിട്ടുണ്ട്. കുറച്ച് ആൾക്കാർക്ക് ഇവിടെ ഇരിക്കാൻ പറ്റും. ചെരുപ്പിട്ട് ചവിട്ടിട്ടൊന്നുമില്ലല്ലോ. അപ്പൊ നല്ല വൃത്തിയുണ്ട്. ഇരിക്കാൻ ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യുക, സ്ത്രീകളൊന്ന് മുമ്പോട്ട് കസേരയൊക്കെ ഒന്ന് വലിച്ചാൽ ബാക്കിൽ ഇച്ചിരി ഇരിക്കാൻ സൗകര്യപ്പെടുത്താൻ പറ്റുമെന്ന് പറയുന്നുണ്ടല്ലേ? ബാക്കിൽ കസേര ഇടുന്നുണ്ടാ? ആയിക്കോട്ടെ, അൽഹംദുലില്ലാ. അപ്പൊ കുറച്ച് ആൾക്കാർക്ക് മുമ്പോട്ട് വരാൻ പറ്റുമേ. അവിടെ നിൽക്കുന്നവരുണ്ട്, ഒന്ന് മുമ്പോട്ട് വന്നിവിടെ ഇരുന്നോളൂ. സ്വസ്ഥമായിട്ട് കാലൊക്കെ നീട്ടിയിട്ടോ മടക്കിയിട്ടോ എങ്ങനെ ഇരിക്കട്ടോ, അത് ഞങ്ങൾക്ക് സമ്മതം തരികയാണ്. നിങ്ങൾക്ക് ആശ്വാസം പോണെ ഇരിക്കാം, എങ്ങനെ ഇരിക്കാം. കാല് പൊന്തിച്ചിട്ടോ താഴ്ത്തിയിട്ടോ വളച്ചിട്ടോ നിർത്തിയിട്ടോ ആശ്വാസം പോണെ ഇരുന്നോളൂ, റിലാക്സ് ആയിട്ട്. ഇങ്ങോട്ട് വരാനുള്ള വഴി കൊടുത്താൽ ഇവിടെ ഒരു 10-20 ആൾക്ക് ഇവിടെ ഇരിക്കാം. കുറച്ച് കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട്. സൗകര്യത്തിൽ ഇരിക്കണമെങ്കിൽ ഇങ്ങോട്ട് അവിടെ തിക്കി തിരക്കി ഇരിക്കണ്ട, അങ്ങോട്ടൊക്കെ ഇരിക്കാം. അൽഹംദുലില്ലാ. ത്വാഅത്തുൻ ബഅദൽ മൗത്ത്. മുസ്ലിമിന്റെ ഒരു പ്രത്യേകത അതാണ്. ഏറ്റെടുത്ത കാര്യം മരണം സംഭവിച്ചാൽ പോലും അത് ആരാണോ ഏൽപ്പിച്ചത് അവര് മരിച്ചാൽ പോലും നിങ്ങളെ കാര്യങ്ങൾ കൃത്യമാണ്. വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോഴാണ് വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹിർ റുസുൽ أفإن مات أو قتل انقلبتم على أعقابكم ومن ينقلب على عقبيه فلن يضر الله شيئا. ഇങ്ങനെയൊക്കെ തന്നെ ഫജർ ഇത് ഇത്ര തന്നെ ആവുള്ളൂ അല്ലേ? നല്ല സൗണ്ട് സിസ്റ്റം ഉഷാറാണ്. എന്നാലൊരു ഒന്നും കൂടെ ഇത് തുറക്കാനുണ്ട് എവിടെയോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹിർ റുസുൽ أفإن مات أو قتل انقلبتم على أعقابكم ومن ينقلب على عقبيه فلن يضر الله شيئا. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ ഇസ്ലാമിൽ നിന്ന് പടിയിറങ്ങിപ്പോയ ആളുകളുണ്ട്. നബി മരിച്ചോ എന്നാ പിന്നെ ഞാനില്ല, നബി വഫാത്തായോ ഞാൻ പിന്നെ സക്കാത്ത് തരില്ല എന്ന് പറഞ്ഞവര്.
തങ്ങൾ വഫാത്തായാൽ ഇസ്ലാമിന്റെ കൂടെ ജിഹാദിന് ഇനി ഞാൻ വരില്ല എന്ന് പറഞ്ഞവര്, നബി വഫാത്തായാൽ പിന്നെ ഒരു സകാത്തും സദഖയും ഞാൻ തരില്ല എന്ന് പറഞ്ഞവര്, തങ്ങൾ വഫാത്തായതിൽ പിന്നെ നിസ്കാരം വരെ ഉപേക്ഷിച്ച ആളുകൾ മക്കയിൽ ഇസ്ലാമിലേക്ക് അവസാന കാലത്ത് കടന്നു വന്നവരിലുണ്ട്. ആ സമയത്താണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വിഷയത്തിൽ ധീരമായി ഇടപെടുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ജീവിച്ചിരിക്കുമ്പോൾ ഒരു നിയമവും നബി വഫാത്തായാൽ അതിനൊക്കെ എതിരും ചെയ്യുകയോ? അങ്ങനെ ഉണ്ടാവും. ഉസ്താദുമാരൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉസ്താദ് നാട്ടിൽ പോയാൽ പിന്നെ അവിടെ ചെയ്യാം. ഉസ്താദ് പോയിക്കണല്ലോ, അങ്ങനെ പറ്റില്ല എന്നാ. അനുസരണം എന്നത് പ്രസൻസിലും അഭാവത്തിലും ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒരുപോലെ. നിങ്ങൾ ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് സക്കാത്ത് നൽകുന്ന മൃഗത്തോടുകൂടെ ആ മൃഗത്തെ കെട്ടിയിടുന്ന കയറ് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആ കയറ് പോലും നബി തങ്ങളുടെ വഫാത്തിന് ശേഷം സക്കാത്തിന്റെ സ്വത്തിന്റെ കൂടെ കിട്ടണം എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതാരെങ്കിലും തടഞ്ഞു വെച്ചാൽ അവരോട് യുദ്ധം വരെ ചെയ്യാൻ ഞാൻ ഒരുക്കമാണെന്ന് ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചത് ഈ ത്വാഅത്ത് ലഭിക്കാനാണ്. അല്ലാഹുവിനോടുള്ള അനുസരണത്തിൽ വ്യത്യാസം വരരുതേ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബ് കാണിച്ചിട്ടുള്ള ആ ഒരു നിലപാടുകൾ മുസ്ലിം ഉമ്മത്തിന്റെ മാതൃകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമ്മത്തിനെ പിടിച്ചു നിർത്തുകയാണുണ്ടായത്. മൻ കാന യഅബ്ദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്. ആരൊക്കെയാണോ മുഹമ്മദ് നബിയെ ഇബാദത്ത് ചെയ്തിരുന്നത് അവരറിയട്ടെ മുഹമ്മദ് നബി തങ്ങൾ വഫാത്തായിരിക്കുന്നു. വമൻ കാന യഅബ്ദുല്ലാഹ് ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്. ആരാണോ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തിരുന്നത് അവരറിയട്ടെ അല്ലാഹു മരിച്ചു പോയിട്ടില്ല. നബി തങ്ങൾക്ക് ആരാണോ ഇബാദത്ത് ചെയ്തവർ അവരറിയട്ടെ നബി തങ്ങൾ വഫാത്തായിരിക്കുന്നു. ഇബാദത്ത് അല്ലാഹുവിനാണ്. നബി തങ്ങൾ അല്ലാഹുവിന്റെ ദൂതരാണ്. തങ്ങൾക്ക് മരണം സംഭവിക്കും, തങ്ങൾ വഫാത്തായി പോയി എന്ന് വിചാരിച്ച് നിങ്ങൾ പിന്തിരിഞ്ഞ് ഓടുകയാണോ? വമൻ യൻഖലിബ് അലാ അഖിബൈഹി ഫലൻ യദുറല്ലാഹ ശൈആ. ആരെങ്കിലും പുറംകാല കൊണ്ട് പിന്തിരിഞ്ഞോടിയാൽ അല്ലാഹുവിന് ഒരു ഉപദ്രവവും അവർക്ക് ചെയ്യാൻ കഴിയില്ല. അവരവരെ തന്നെയാണ് ഉപദ്രവിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ ഓതി പഠിപ്പിക്കുകയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു.